എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഹരിനാമ കീർത്തനത്തിലെ 26ാമത്തെ ശ്ലോകം, അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹരേ ഗുരുവായൂരപ്പ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഓതുന്നു ഗീതകളിതെല്ലാം ഇതിനു പൊരുളേതെന്ന് കാൺമതിന് പോരാ മനോബലവും ഏതെങ്കിലും തവകി കാരുണ്യം ഇന്ന് മമ സാധിക്ക വേണ്ടു ഹരി നാരായണായ നമ. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ തത്വസംഖ്യയെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് 96 തത്വസംഖ്യകളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ 96 വിവരിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം ഒരേ കാരണവസ്തു തന്നെ, പക്ഷേ പലതായി കാണുന്നു. ഗീതകളിങ്ങനെ വിവരിക്കുന്നു. എന്നാൽ ആ ഏകവസ്തു ഏതാണെന്ന് വിചാരം ചെയ്തറിയാൻ മനസ്സിനൊട്ട് കഴിയുന്നുമില്ല. വ്യക്തമായ വസ്തുബോധമുണ്ടാകാൻ ഭഗവത് കാരുണ്യമല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചിന്തിച്ചാലും ചെയ്താലും നമുക്ക് ആ വസ്തുബോധം, അതായത് പരബ്രഹ്മ തത്വം, ആ തത്വം നമ്മൾ ഇപ്പോൾ 96 തത്വം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നെങ്കിലും അതിനെ വ്യക്തമായി നമുക്ക് ഒന്നെന്നുള്ള നിലയിൽ എത്തിക്കുന്നെങ്കിൽ അതിന് ഈശ്വരൻ്റെ സാക്ഷാൽ ഹരിനാരായണൻ്റെ അനുഗ്രഹമില്ലാതെ നമുക്കതൊന്നും സാധിക്കില്ല എന്നാണ് ഇവിടെ ആചാര്യൻ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം, ഉപനിഷത്ത് സർവസ്വങ്ങളായി സത്യദർശികൾ ഗാനം ചെയ്തിട്ടുള്ള കൃതികൾ ഈ തത്വഭേദങ്ങളെല്ലാം ആ പരമാത്മാവ് തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം യുക്തിയുക്തം പ്രതിപാദിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് ഗീതികൾ, ഇങ്ങനെ സത്യദർശികൾ എന്ന് പറയുമ്പോൾ നമ്മളീ പറഞ്ഞ പരമാത്മ തത്വം അനുഭവിച്ചറിഞ്ഞ സത്യദർശികൾ, അവർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരുപാട് കൃതികൾ യുക്തിയുക്തം പ്രതിപാദിക്കുന്നു. എന്താണെന്ന്? ഈ തത്വഭേദങ്ങളെല്ലാം പരമാത്മാവ് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അവരീ കാണുന്ന പ്രപഞ്ചവും എല്ലാം ഒന്നായ പരബ്രഹ്മ തത്വം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ എന്നാൽ ആ സത്യം ഏതെന്ന് വിചാരം ചെയ്ത് അനുഭവിക്കുന്നതിന് മനസ്സിന് കഴിവുമില്ല. എന്തായാലും ഭഗവാൻ അങ്ങയുടെ വാത്സല്യം കുറച്ച് സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. ഹരിനാരായണൻ നമസ്കാരം. അതായത് ഭഗവാന്റെ കൂടുതൽ വാത്സല്യം നമുക്ക് സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. ഭഗവാന്റെ വാത്സല്യം സമ്പാദിക്കാൻ എന്താണ് മാർഗം? ഭഗവാന്റെ വാത്സല്യം സമ്പാദിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ: നാമസങ്കീർത്തനം, ഭക്തി, സ്നേഹം, കരുണ, ദയ എന്നിങ്ങനെയുള്ള ഓരോ ഭാവങ്ങളും നമ്മുടെ ചിത്തത്തിലുണ്ടാകണം. നമ്മുടെ മനസ്സിലുണ്ടായിട്ടേ കാര്യമുള്ളൂ. മനസ്സിലുണ്ടായാൽ അത് നിലനിന്ന് നിൽക്കും. പുറമേ നമ്മുടെ സൗകര്യാർത്ഥം കാണിച്ചിട്ട് ഭക്തി ഉണ്ടെന്നൊന്നും കാണിച്ചാലൊന്നും ഈ കാര്യത്തിന് യാതൊരു നടക്കുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഒരു പദ്യത്തിൽ പറഞ്ഞല്ലോ, എന്താണ്? ഏകാന്ത യോഗിയെക്കുറിച്ച് പറഞ്ഞില്ലേ? കാക്ക സന്യാസിമാരെ പോലെയാകുമെന്ന് പറഞ്ഞു. അവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സന്യാസിയാണെന്നൊക്കെ പറഞ്ഞ് ഭാവിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. ആ ഏകാന്ത ഭക്തി ഉണ്ടാകണമെങ്കിൽ ആ ഭഗവാൻ കടാക്ഷം, ആ ഭഗവാന്റെ സ്നേഹം, ആ കാരുണ്യം, നമുക്ക് ഭഗവാനോടുള്ള പ്രേമ ഭക്തി, അതാണ് ഇവിടെ പ്രധാനം. ഭഗവാന്റെ മുന്നിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്കൊരു ഇതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? പ്രേമഭക്തി. അതിലൂടെ മാത്രമേ, ഭഗവാൻ വേറൊന്നും ചോദിക്കുന്നില്ല നമ്മളോട്. നിൻ്റെ മനസ്സെനിക്ക് തന്നാൽ മതി. അത് ആർക്കും കൊടുക്കാനും വലിയ, കാരണം മായയിൽ പെട്ട് കിടക്കുന്ന മനുഷ്യർക്ക് ഇത് തന്നെയാണ് സുഖം എന്ന് വിചാരിക്കുമ്പോൾ ഭഗവാൻ മനസ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ആ കൊടുക്കാത്തിടത്തോളം കാലം നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്? ഇവിടെ മായയാകുന്ന ദുഃഖവും ദുരിതവും അനുഭവിച്ച് അവസാനം നമ്മൾ എന്താണ് ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ അതിനുള്ള സമയം കഴിഞ്ഞു പോകും. അതാണ് സത്യം. അപ്പം നമ്മൾ നേരത്തെ ഭഗവാൻ ഹൃദയത്തിൽ ആരാധിച്ച് പൂജിച്ച് വ്രതം പിടിച്ച് നമ്മൾ നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്ത് സത്സംഗങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വേദപുസ്തകങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ആ തത്വം, അത് ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം, അതാണ് ഇവിടെ പ്രാധാന്യം. പ്രപഞ്ചത്തിലെ ഈ കാണുന്ന മായയോട്ടുള്ള നമ്മളുള്ള ബന്ധമല്ല. മായാദേവി ഭഗവാന്റെ ശക്തി സ്വരൂപിണിയാണ് നമ്മളെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, എന്താണ്? ഉപനിഷത്ത് സാരസർവസ്വങ്ങളായി സത്യദർശികൾ
ഗാനം ചെയ്തിട്ടുള്ള കൃതികളാണ് ഗീതകൾ. അപ്പോൾ ഗീത നമ്മൾ ആകെ കൂടി കേട്ടിട്ടുള്ളത് ഭഗവത്ഗീത അല്ലേ? ഭഗവത്ഗീത അത് തന്നെയാണ് പ്രധാനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവത്ഗീതയാണ്. പക്ഷേ ഇങ്ങനെ സത്യദർശികൾ പാടികൾ നടക്കുന്ന കൃതികളുണ്ട്. അവ എവിടെ നിന്നാണ്? മഹാഭാരതത്തിൽ തന്നെ അത്തരം ഗീതകൾ ഒന്നിലധികം കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇവ കൂടാതെ അതിൽ പറയുന്നു, നമ്മുടെ മഹാഭാരതത്തിൽ കാണുന്ന ഗീതകളെ കുറിച്ച് പറയണം. 1 ഭഗവത്ഗീത, 2 വ്യാദഗീത, 3 അനുഗീത. പിന്നെ ഇതിന് പുറമെ അഷ്ടാവക്ര ഗീത, രാമഗീത, ഗുരുഗീത എന്നിങ്ങനെ അനേകം ഗീതകൾ വേദാന്ത രംഗത്ത് പ്രസിദ്ധങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഭഗവത്ഗീതയാണ് ഇതിലെ ഏറ്റവും നിലവാരം ഒത്തിട്ട് ഏറ്റവും മികച്ചത്. കാരണം അത് ഭഗവാൻ പരബ്രഹ്മസ്വരൂപനായ ആ ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരം വന്നിട്ട് ധർമ്മ സംസ്ഥാപനത്തിനായി വന്നിട്ട് അത് അർജുനനെ ഉപദേശിക്കുന്നു. അപ്പോൾ ഭഗവാൻ തന്നെ ഭഗവാന്റെ വാക്കാലെയാണത് ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ അർജുനന് കൊടുക്കുന്നത്. കൊടുക്കുന്ന ആ ഉപദേശം മറ്റൊന്നുമല്ല, അർജുനൻ എന്ന ആ സാരഥിക്ക് കൊടുക്കുന്നത് നമ്മുടെ മാനവരാശിക്ക് തരുന്ന ഉപദേശമായിട്ട് നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വിശകലനം ചെയ്ത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളണം. അത് ഭഗവത്ഗീത മൊത്തം നമ്മൾ വായിച്ചിട്ട് അതിനുശേഷം ഓരോരോ ഫോട്ടെടുത്ത് നമ്മളതിനെ വായിച്ച് അതിൻ്റെ സാരങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് നല്ല ആ ഒരു അറിവ് നമുക്ക് കിട്ടും. അപ്പോൾ അപ്പോഴാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മുടെ ഒരു ഉറ്റ തോഴനെ പോലെയാണ്. കൂട്ടുകാരനാണെങ്കിൽ കൂട്ടുകാരൻ, അച്ഛനാണെങ്കിൽ അച്ഛൻ, അമ്മയാണെങ്കിൽ അമ്മ, സഹോദരനാണെങ്കിൽ സഹോദരൻ, കാമുകനാണെങ്കിൽ കാമുകൻ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്. ഏത് ഭാവത്തിൽ നമുക്ക് ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ ഇച്ഛിക്കുന്നത് എന്താണോ ആ രൂപത്തിൽ ഭഗവാൻ ലീലയാടുന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭഗവത്ഗീതയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. പിന്നെ അഷ്ടാവക്ര ഗീതയും പ്രാധാന്യമുള്ളതാണെങ്കിലും പിന്നെ രാമഗീത, ഗുരുഗീത എന്നിങ്ങനെ ഗീതകൾ വേദാന്ത രംഗത്ത് പ്രസിദ്ധങ്ങളായിട്ടുണ്ട്. ഈ ഗീതകൾ അനേകം ഉണ്ടെങ്കിലും ലോകപ്രസിദ്ധമായി തീർന്നിട്ടുള്ളത് നമ്മുടെ ഭഗവത്ഗീത തന്നെയാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഭഗവാൻ തന്നെയാണ് ആ ഭഗവത് വചനം അർജുനനിലൂടെ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ ഭഗവത്ഗീത 4-ാം ഇതിൽ പറയുന്നുണ്ട്. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സക സുധീർഭോക്ത ദുക്തം ഗീതാമൃതം മഹത്ത്. അതായത് പറയുന്നു ഉപനിഷത്തുക്കളാണ് പശുക്കൾ. അപ്പോൾ നമുക്ക് ഉപനിഷത്തുക്കൾ വായിച്ചിട്ടുള്ള ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഉപനിഷത്തുകൾ തന്നെയാണ് നമ്മുടെ ഈ ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. ആ ഉപനിഷത്തുക്കൾ പശുക്കളാണ്. കൃഷ്ണനാണ് അതിൻ്റെ കറവക്കാരൻ, അർജുനനാണ് കന്നുകുട്ടി, ബുദ്ധിശാലിയാണ് പാനം ചെയ്യുന്ന ആൾ. ഇങ്ങനെ മഹത്തായ ഗീതാമൃതം കറന്നെടുക്കപ്പെട്ടു. ആരാല്? ഗീതാമൃതം കറന്നെടുക്കപ്പെട്ട കൃഷ്ണനാല്. അത് ആർക്കും കൊടുത്തു? കന്നുകുട്ടി അത് കുടിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മൾ ആ ഗീതാമൃതം മഹത്തരമാണെന്നും ബുദ്ധിശാലിയാണ് പാനം ചെയ്യുന്ന ആൾ. അതായത് അതിന് അത്രത്തോളം ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുള്ളൂ എന്നാണ് അവിടെ ആ വചനത്തിലൂടെ പറയുന്നത്. എന്താണ്? ഭഗവത്ഗീതയിൽ നമ്മൾ നേരിട്ട് കാണുന്നതല്ല അതിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് ഇടപഴകണം. അതുമായിട്ട് ആ ഭഗവത്ഗീതയിലെ കോട്ടുകൾ വായിക്കുകയും തുടരെ വായിക്കുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വായിക്കുകയും നമ്മളിതിൽ ഭക്തിയോഗം, ധ്യാനയോഗം, പിന്നെ നമ്മുടെ കർമ്മയോഗം, ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ അതൊക്കെ എടുത്ത് നമ്മൾ കൂടുതൽ വായിക്കണം. അതൊക്കെ നമ്മുടെ സംസാര ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഭഗവാൻ. അത് നമ്മൾ എങ്ങനെ കർമ്മം ചെയ്യണം, എങ്ങനെ ധ്യാനിക്കണം, എങ്ങനെ ഭക്തിയിലൂടെ പോകണം എന്നൊക്കെ നമുക്കതിൽ ഒരുപാട് ഉപദേശങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ബുദ്ധിശാലികൾ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അത് കേട്ട് കളഞ്ഞിട്ട് പോകരുത്, അതിനെക്കുറിച്ച് ഓരോ വരികളും ചിന്തിക്കണം. ഇപ്പോൾ തന്നെ പറയുന്നു പശുക്കളെന്ന് ഉപനിഷത്തുകൾ. അപ്പോൾ പശുവിൽ നിന്ന് കിട്ടുന്ന ആ പാലിൻ്റെ ഇതാണ് അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. പശുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇത് പാലാണ്. ആ പാൽ അമൃതാണില്ലേ, അതെന്താണ്? അത്രയും മഹത്തരമായതാണ് ഉപനിഷത്തുക്കൾ. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഗീത ഉണ്ടായിരിക്കുന്നത്. ആ ഗീത ഭഗവാൻ ഉപദേശിച്ചതാണ്. ഇതെല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, ഇവിടെ വേറെ ആരും കൊണ്ടുവന്നതല്ല. അപ്പോൾ ഇത് ഉപനിഷത്തുക്കൾ പശുക്കൾ, കൃഷ്ണനാണ് കറവക്കാരൻ, അർജുനനാണ് കന്നുകുട്ടി, ബുദ്ധിശാലിയാണ് പാനം ചെയ്യുന്നയാൾ. കുടിക്കുന്ന ആളാരാണ്?
അത് കുടിക്കുന്ന ആൾ ബുദ്ധിശാലിയായിരിക്കും. എങ്കിലേ അതിൻ്റെ ഇത് മനസ്സിലാകത്തുള്ളൂ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇതെല്ലാം അത് എന്ന പൊരുൾ പറയുന്നു ഇവിടെ. ഓതുന്നു ഗീതകളിതെല്ലാം ഇതിന് പൊരുൾ എന്ന് പറയുന്ന അതിനെക്കുറിച്ച് പറയണ അദ്വൈത ബ്രഹ്മ പ്രതിപാദങ്ങളാണ് ഗീതകളെല്ലാം. അദ്വൈതം രണ്ടല്ല, എല്ലാം ഒന്നെന്ന് തെളിയിക്കുന്നതാണ് ഇത്. അതുപോലെ നിശ്ചല അഖണ്ഡ ആനന്ദ സ്വരൂപമായ ബോധമാണ് മായാശക്തിയെ അവലംബിച്ച് ഇങ്ങനെ 96 തത്വങ്ങളെയും അവയുടെ സമ്മിളിത രൂപമായ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് മായാശക്തിയെ അവലംബിച്ച്, അതായത് നമ്മുടെ അഖണ്ഡ ആനന്ദ സ്വരൂപങ്ങളുടെ ബോധം, അതായത് പരബ്രഹ്മ സ്വരൂപം, അത് ആരെ ആശ്രയിച്ച്? മായാശക്തിയെ അവലംബിച്ച് എന്താണ് 96 തത്വങ്ങളെയും അവയുടെ സമ്മിളിത രൂപമായ പ്രപഞ്ചം വെച്ചാൽ പല രൂപത്തിൽ നമ്മൾ കാണുന്നു, രൂപങ്ങളില്ലേ, പക്ഷെ അതെല്ലാം ഒന്നാണ്, എല്ലാം ഒരു തത്വമാണെന്നാണ് ഇവിടെ ആചാര്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ എല്ലാ ഭഗവത്ഗീത അമൃത വർഷിണിയാണെന്ന് പ്രസിദ്ധമാണ് ഭഗവത്ഗീത. പിന്നെ അതുപോലെ തന്നെ പറയുന്നു, അർജുനനോട് ഭഗവാൻ പറയുന്നു, അല്ലയോ അർജുന, എന്നിൽ നിന്നും ഭിന്നമായി ഇവിടെ അല്പം പോലും യാതൊന്നുമില്ല. അതായത് ഭഗവാൻ തന്നെയാണ് ഇവിടെ എല്ലാം. അതായത് ഭഗവാൻ കൃഷ്ണമയം, നമ്മൾ പറയലേ എല്ലാം ഞാൻ. അപ്പം നമ്മളിതെല്ലാം ഒന്ന്, കൃഷ്ണനാണ്, നമ്മളും കൃഷ്ണനാണ്, ഭഗവാനും കൃഷ്ണൻ, നമ്മളെല്ലാം ഒന്നാണ് എന്ന് നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുകയാണ്. പക്ഷേ അതൊക്കെ നമ്മൾ തത്വവിചാരത്തിലൂടെയും യുക്തിവാദിയിലൂടെയും മനസ്സിൽ ചിന്തിച്ചും പ്രവർത്തിച്ചും മനസ്സിലാക്കുമ്പോഴേ നമ്മൾ ആ തലത്തിലൊക്കെ എത്തും. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ലത്. അതിൽ നമ്മൾ ഇറങ്ങണം, അതുമായിട്ട് നമ്മൾ ഇടപഴകണം. അങ്ങനെ ആധ്യാത്മികതയിൽ നമ്മൾ കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് ഈ ജന്മത്തിൽ അറിയാൻ കഴിയുന്നത്. അത് വളരെ മഹാഭാഗ്യമാണ്. നമ്മൾ ഈ ഭൂതം നോക്കി, ഭൂതം ഭാവി വർത്തമാനം എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചത്തിലെ കാര്യം നോക്കി ഇരുന്നാലേ നമ്മളുടെ ജീവൻ്റെ അർത്ഥം എന്തെന്ന് നമുക്കറിയില്ല, അറിയാൻ കഴിയില്ല. അപ്പം നമ്മളുടെ ജീവൻ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് ആധ്യാത്മികതയിലേക്ക് പോയാൽ മാത്രമേ നമ്മുടെ ജീവൻ്റെ വില, മനുഷ്യൻ്റെ ജീവൻ്റെ വില അത് എന്താണ്, അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ. എന്നിട്ട് പറയുന്നു, ഭഗവാൻ പറയുന്നു, ചരടിൽ കോർക്കപ്പെട്ട രത്നങ്ങൾ പോലെ സർവവും എന്നിൽ ചേർത്തിണക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ നൂലാണ്, ഭഗവാന്റെ ആ നൂലാകുന്ന ആ നൂലിൽ ചരടിൽ എന്താണ് രത്നങ്ങൾ പോലെയാണ് ഭഗവാന്റെ തന്നെ മായാശക്തിയെ കൊണ്ട് സൃഷ്ടിച്ച ആ ചരാചരങ്ങളെ പറയണം. അതെല്ലാം എന്നിലെ ഞാനാകുന്ന ചരടിലെ രത്നങ്ങളാണെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പിന്നെ ഏതൊന്നും കാണുന്നതിന് പോരാ മനോബലവും, അതായത് ഈ ഒന്നെന്നുള്ള ആ ഭാവം, ഏകാന്ത യോഗികളിൽ, അതുപോലെ ഏകാന്ത യോഗിയാവുന്ന ആ യോഗിയാകുന്ന എങ്ങനെ, ആ യോഗിക്ക് എല്ലാം ഒന്നാണെന്ന് ബോധം വരികയാണ്. അങ്ങനെ ആ ഈശ്വരനോട്ട് താതാത്മ്യപ്പെടുകയാണ് അവർ. ആ താതാത്മ്യപ്പെടുന്നതിന് എല്ലാവർക്കും കഴിയില്ല. അപ്പം വസ്തുസ്ഥിതി അദ്വൈതമാണെങ്കിൽ അത് വസ്തുസ്ഥിതി എന്ന് വെച്ചാൽ നമ്മുടെ പരബ്രഹ്മ തത്വം, അത് അദ്വൈതമാണ്, ഒന്നാണ്. എങ്കിലും അത് യുക്തിയുക്തം വിചാരം ചെയ്തറിയാനും സാക്ഷാത്കരിക്കാനും അത്ര എളുപ്പമല്ല. സാധാരണക്കാർക്കൊന്നും അത് പറ്റില്ല. അതിന് വേണ്ടി യജ്ഞം, നമ്മൾ പറയില്ല, യജ്ഞം, സാധന, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി മായയെ വിട്ട് നമ്മുടെ ഈ പ്രാപഞ്ചികമായ സുഖസൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് അതിലപ്പുറമായ ലോകത്തേക്ക് നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിക്കണം. ഈ മനസ്സ് മാത്രമാണ് ഇത് ഇവിടെ എല്ലാം ഉള്ളത്. ഈ മനസ്സാണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. ആ മനസ്സില്ലെങ്കിൽ നമ്മളൊന്നും കാണുന്നില്ല. മനസ്സിൻ്റെ പ്രേരണയിലാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം മനസ്സൊന്നും മിണ്ടാതിരിക്കാൻ നമ്മൾ കാണുമോ? എന്തെങ്കിലും കാണാൻ പറ്റുമോ? എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അപ്പോൾ ഈ വലിയ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിലെ മനസ്സ്, ആ മനസ്സിലൂടെയാണ് നമ്മളിതെല്ലാം കാണുന്നുള്ള ബോധത്തോടുകൂടി നമ്മൾ ചിന്തിക്കുക. ആ തരത്തിലുള്ള ചിന്തയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ചിന്തയിലൂടെ നമ്മൾ വളർന്ന് നമ്മൾ തത്വവിചാരം ചെയ്ത് അങ്ങനെ പോകണം എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അതിന് നമ്മൾ എന്താണ്, ആ ഒരു യുക്തിപൂർവ്വം യുക്തിവിചാരമൊക്കെ നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവണം. ഈ ചിത്തശുദ്ധി എന്ന് പറയുമ്പോൾ ഈ പാത്രം കഴുകുന്നത് പോലെ ചിത്തത്തെ കഴുകുക എന്നല്ല. ആ ചിത്തത്തിൽ എന്താവണം? പൊതുവെ അവിടെ ആരാണ് ഇരിക്കുന്നത്? ബോധതത്വം. പക്ഷെ അതിന് നമ്മളുടേതായ മോഹങ്ങളും ആഗ്രഹങ്ങളും അഷ്ടരാഗങ്ങളും കൊണ്ട് നമ്മൾ മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ അഷ്ടരാഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറി നമ്മളിൽ എന്തുണ്ടാവണം? സാത്വികമായ ഗുണം ഉണ്ടാവണം. ഈ സാത്വിക ഗുണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തുണ്ടാവണം? നിരന്തരമായ നാമസങ്കീർത്തനം നമ്മളിൽ ഉണ്ടാവണം. നിരന്തരമായ നാമസങ്കീർത്തനം ഉണ്ടാകുമ്പോൾ
നമ്മുടെ മനസ്സ് ഇവിടെ കുറച്ച് വിട്ടു നിൽക്കും, ഈ മായയിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കും. എപ്പോഴും ദൈവമേ വേറെന്തോ ഒന്നുണ്ട്, ഇതല്ല വേറെ എന്തോ ഒന്നുണ്ട്, താനല്ല ഈ കാണുന്ന ശരീരമല്ല താൻ എന്നും ഉള്ളിലെന്തോ ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് ചിന്തിച്ചാലും നമ്മൾ അകത്തോട്ട് ചിന്തിക്കണം. അതാണ് പറഞ്ഞത്, സഹസ്രനാമത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, ലളിത അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അതായത് ഭഗവതി ആയാലും ഭഗവാനെ ആയാലും നമ്മൾ പുറത്തൊന്നും നോക്കിയാൽ കാണില്ല, നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങൂ. അതായത് പരബ്രഹ്മ തത്വത്തിൻ്റെ ആത്മാംശമായ നമ്മുടെ ബോധതത്വലമായിട്ട് നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. അതിന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരം ചെയ്ത് ഉള്ളിലേക്ക് ചിന്തിച്ചാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. അതൊക്കെ പെട്ടെന്നൊന്നും ആർക്കും സാധിക്കുന്നില്ല. അതിന് കുറച്ച് സുഹൃതങ്ങളുണ്ടാവണം, കുറച്ച് നാമജപവും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവണം. കാരണം ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് കുഞ്ഞുനാൾ പോലെ കുട്ടികളിൽ നമ്മൾ എന്താവണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച അമ്മമാരും ഒക്കെ കുഞ്ഞുങ്ങളെ വരുന്ന തലമുറയ്ക്കാണ് ഇതൊക്കെ ആവശ്യം. അവർ കൂടുതൽ കഴിവുള്ള കുട്ടികളാണ്, അവർക്ക് ക്രിയേറ്റിവിറ്റി കൂടുതലാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. പക്ഷേ പുരാതനമായ പുസ്തകങ്ങളും കാര്യങ്ങളൊന്നും കുറേ അമ്മമാരും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പൈതൃകങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ. മനസ്സിലായി? സംഗീതവും നൃത്തവും പഠിക്കാൻ വിടുന്നതിന് കാരണം തന്നെ എന്താണ്, ഈ സാത്വിക ഗുണം നമ്മളിലുള്ളത് തെളിഞ്ഞു വരും. സംഗീതത്തിന് അത്രയും തട്ടിക്കുടഞ്ഞെടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് കൂടുതൽ എന്തുണ്ടാവും, ഏതൊന്നിലാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് നമ്മളെ ചെയ്യും, നമ്മളെ അങ്ങോട്ട് ആകർഷിക്കാൻ തുടങ്ങും. അതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് വേണം, ചിത്തശുദ്ധി കൊണ്ടുവേണം വസ്തു സാക്ഷാത്കാരം നേടാൻ. അതായത് നമുക്ക് 3 ഗുണങ്ങളുണ്ട്, പ്രകൃതിയാലുള്ള ഗുണങ്ങളാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രജോ തമോ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. ഈ 3 ഗുണങ്ങളും നമ്മളെ അതിജീവിക്കണം. അവസാനം സത്വഗുണവും അതിജീവിക്കണം. ആ സത്വഗുണത്തിൽ നിന്നും കയറി പോകുമ്പോഴാണ് നമുക്ക് ഈ തത്വവിചാരം ഉള്ളിലുണ്ടാകുന്നതും ആ ഒറ്റ ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത്. ആദ്യം നമ്മൾ ഓരോരോന്ന് ഖണ്ഡിച്ച് പറയല്ലേ, ബ്രഹ്മഗ്രന്ഥി, രുദ്രഗ്രന്ഥി, വിഭേദിനി എന്ന് ലളിത സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. കുണ്ടലിനി ശക്തി ഓരോ ഗ്രന്ഥികളെയും ഭേദിച്ച് എവിടെ എത്തുന്നു, സഹസ്രാരത്തിലെത്തുന്നു അല്ലേ. മായാശക്തി ആ അമ്മയാണ്, സ്പന്ദനമാണ്, ഭഗവാന്റെ ആ സ്പന്ദനമാണ്. കുണ്ടലിനി ശക്തിയായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന മൂലാധാര ചക്രത്തിലിരിക്കുന്ന ആ കുണ്ടലിനി ശക്തി. ഇതൊക്കെ ബ്രഹ്മഗ്രന്ഥി, രുദ്രഗ്രന്ഥി, ഇങ്ങനെ കയറിപ്പോവും വിഷ്ണു ഗ്രന്ഥി. ഈ 3 ഗ്രന്ഥികൾ എന്താണ്, തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. അവസാനം സാത്വിക ഗുണവും കടന്നിട്ടാണ് ഇവിടെ എത്തുന്നത്, സഹസ്രാരത്തിലെത്തുന്നത്. അതാണ് ഇവിടെ പറയുന്നത് തത്വവിചാരം. ഇതൊക്കെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമുക്കിതൊക്കെ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതിലെങ്കിൽ കയറി പോയിട്ടില്ലെങ്കിലും ശ്രമിക്കുക, അതാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത്. അപ്പം നമ്മൾ എന്തുണ്ടാകും, സാത്വിക ഗുണങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ വരെ എത്തിയാൽ അടുത്ത വരുന്ന ജന്മത്തിലെങ്കിലും നമുക്ക് അവിടുന്ന് കയറിപ്പോകാൻ പറ്റുമല്ലോ. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറി ചെന്ന് നിൽക്കാം. നമ്മൾ അടുത്ത നമ്പർ വിളിക്കുമ്പോൾ കയറാമല്ലോ. അങ്ങനെ ആവണം നമ്മളെല്ലാവരും. ഇനി നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവണമെങ്കിൽ, കുടുംബ സമാധാനമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ സാത്വികരായിട്ട് തന്നെ മാറണം. സാത്വികം എന്ന് പറഞ്ഞാൽ മനസ്സിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോവാതെ നമ്മളുടെ ഈശ്വര നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തരണേ, മറ്റുള്ളവർ നന്നായി പോണേ എന്നുള്ള ഒരു ചിന്ത. ആ മറ്റുള്ളവർ നന്നായി പോണേ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്തായി, സത്വവിചാരമായി കഴിഞ്ഞു. അവിടെയാണ് ഞാനും നീ ഒന്നെന്നുള്ള ഒരു മനോഭാവം അവിടെ എത്തുന്നു. അതാണ് നമ്മൾ പറഞ്ഞ ചിത്തശുദ്ധി എന്ന്. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, വസ്തു സാക്ഷാത്കാരം നേടാൻ സർവ്വകാമങ്ങളെയും നിവർത്തിപ്പിച്ചത്, കാമം, മോഹം, ദാഹം, മതം, മത്സരം, ഡംബ്, അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ള എല്ലാത്തിനെയും എന്ത് ചെയ്യണം, നിവർത്തിപ്പിച്ച് കളഞ്ഞിട്ട് അനന്ത സുഖസ്വരൂപമായ വസ്തുവിനെ കണ്ടെത്താൻ. അത് ബുദ്ധിമാന്മാർക്ക് മാത്രമേ കഴിയൂ. കാരണം ആ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ നിയന്ത്രണ ശക്തി ഉണ്ടാവും. ബുദ്ധി പറയുന്നത് കേൾക്കാൻ നമ്മളെ എത്തേണ്ടിടക്ക് എത്തും. പക്ഷെ നമ്മുടെ മനസ്സിടയ്ക്കൂടെ കയറി പറയും ഇല്ലേ, നമ്മൾ ബുദ്ധി പറഞ്ഞാൽ നമ്മൾ കേൾക്കാതെ നമ്മുടെ മനസ്സ് വന്നാൽ അല്ല ഞാൻ അങ്ങനെ തന്നെ ചെയ്യും, എന്തെങ്കിലും വരട്ടെ എന്ന് പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. നമ്മുടെ ബുദ്ധി നമ്മളെ ഉപദേശിക്കും, പക്ഷെ നമ്മളത് കേൾക്കില്ല. ആ ബുദ്ധിയാണ് നമ്മളെ എന്താക്കുന്നത്, നമ്മളിലെ ബുദ്ധി ആരാ കൊടുക്കുന്നത്, ബോധസ്വരൂപമാണ് നമ്മളിൽ ബുദ്ധിയെ എന്താക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. അതാണ് ഈശ്വരൻ, ബോധസ്വരൂപമായ ഈശ്വരാംശമായ പരമാത്മസ്വരൂപമായ ആ അംശമാണ് നമ്മളെ ബുദ്ധിയെ തെളിയിക്കുന്നത്. അതിലൂടെയാണ് നമ്മുടെ മനസ്സിൽ ചിത്തത്തിൽ നല്ല ചിന്തകളും നല്ല വിചാരങ്ങളും ഒക്കെ വരുന്നത്. പക്ഷെ പ്രകൃതി എന്ത് ചെയ്യും, പ്രകൃതി നമ്മളെ മായം കാട്ടി എന്താക്കും, നമ്മുടെ മനസ്സിനെ മാറ്റും, മോഹം ഉണ്ടാക്കും. എന്തെങ്കിലും കാണുമ്പോൾ അത് വേണം, പിന്നെ അതിൻ്റെ അപ്പുറവും എനിക്ക് വേണം, ബാക്കിയുള്ളതെല്ലാം എനിക്ക് വേണം. നമ്മൾ കീഴടക്കാനുള്ള ഒരു മനോഭാവം
പ്രകൃതി, അഹങ്കാരം നമ്മളെ ഉള്ളിലിരിക്കുന്ന ബോധസ്വരൂപമാണ് നമ്മളെ നയിക്കുന്നതെന്നുള്ള ബോധത്തിന് അതിനെ കാണാൻ നമ്മൾ ശ്രമിക്കുക. എങ്ങനെ? ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക. അതിനാണ് ധ്യാനത്തിലൂടെ, അതിനാണ് ഇപ്പോഴത്തെ മോഡൽ. അതെ, നമ്മുടെ ഉള്ളിലുള്ള ആ കാര്യങ്ങൾ അറിയുന്നതിന് ഉള്ള എളുപ്പമാർഗമാണ് ഇപ്പോൾ യോഗ എന്ന ആ ഒരു പ്രക്രിയ. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? കണ്ണടച്ച് കൈകളെല്ലാം മുദ്ര വെച്ചിട്ടില്ലേ, കൈ രണ്ടും യോഗയുടെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന അതേ അവസ്ഥയിൽ ഇരുത്തിയിട്ട് അവരുടെ ഉള്ളിലേക്ക് അവർ ശ്രദ്ധിക്കുകയാണ്. അതിന് പറഞ്ഞു കൊടുക്കുന്ന മാർഗ്ഗം ശ്വാസോച്ഛ്വാസഗതി ശ്രദ്ധിക്കാൻ പറയുന്നു. അങ്ങനെ അതിലൂടെ ശ്രദ്ധിച്ച് ഉള്ളിലേക്ക് പോകുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ആ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ കിട്ടി തുടങ്ങും. അതാണ് ഉള്ളിലേക്ക് ഇറങ്ങി ഉള്ളിലേക്ക് നമ്മളെ പ്രാണനെ കുറിച്ചുള്ള ആ ഒരു രീതി നമുക്ക് മനസ്സിലായി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത സത്സംഗത്തിൽ പറയുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ അടുത്ത ശ്ലോകവുമായി അടുത്ത ആഴ്ച വരുന്നതാണ്. വീണ്ടും നന്ദി, നമസ്കാരം. ഗുരുവായൂരപ്പ നാരായണ. ഹരേ രാധേ രാധേശ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ. സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓതുന്നു ഗീതകളിലെല്ലാം ഇതിന് പൊരുൾ ഏതെന്ന് കാൺമതിന് പോരാ മനോബലവും ഏതെങ്കിലും തവഹി കാരുണ്യമിന്നു മമ സാധിക്ക വേണ്ടുതരി നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ. സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.